ഒരിക്കൽ ഛായാദേവി ശനി ഭഗവാന്റെ അമിത കോപം കാരണം അദ്ദേഹത്തോട് വീട് വിട്ടു പോകാൻ പറഞ്ഞു. ഇത് കേട്ട ശനി ഭഗവാന് വല്ലാതെ വിഷമം തോന്നി. സങ്കടം സഹിക്കാനാവാതെ അദ്ദേഹം കൊട്ടാരവും വീടും വിട്ട് കാടുകളിലേക്ക് യാത്രയായി. മാതാവിന്റെ വാക്കുകൾ ഓർത്ത് തന്റെ ഉള്ളിലെ കോപം നിയന്ത്രിക്കാൻ അദ്ദേഹം കഠിനമായ തപസ് തുടങ്ങി. ആഹാരവും ജലവും ഉപേക്ഷിച്ച് അദ്ദേഹം വർഷങ്ങളോളം ധ്യാനത്തിൽ മുഴുകി. വർഷങ്ങൾ കടന്നുപോയി. ഒരു കൊച്ചു ബാലനായിരുന്ന ശനിദേവൻ പതിയെ പതിയെ ഒരു തേജസ്സുള്ള യുവാവായി മാറി. കാലം പിന്നെയും മുന്നോട്ട് പോയപ്പോൾ അദ്ദേഹം ഒരു ശക്തനായ രാജാവിനെ പോലെ പ്രഭാവമുള്ള ഒരു പുരുഷനായി മാറി. എന്നാൽ താൻ ആരാണെന്നോ എവിടെയാണെന്നോ ഓർക്കാതെ അദ്ദേഹം തപസ്സിൽ തുടർന്നു. ഒരു ദിവസം ധാമിനി എന്ന അതീവ സുന്ദരിയായ ഒരു സ്ത്രീ ആ കാട്ടിലൂടെ പോവുകയായിരുന്നു. ആഴത്തിലുള്ള ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്ന ശനിയെ അവൾ കാണുകയും അദ്ദേഹത്തിന്റെ സൗന്ദര്യവും തേജസ്സും കണ്ട് അവൾ ആദ്യ കാഴ്ചയിൽ തന്നെ അദ്ദേഹവുമായി പ്രണയത്തിലായി. ശനിയുടെ തപസ് മുടക്കാൻ അവൾക്ക് താല്പര്യമില്ലായിരുന്നു. അതിനാൽ ഒരു വാക്ക് പോലും മിണ്ടാതെ അവൾ അദ്ദേഹത്തെ ഭക്തിയോടെ സേവ ചെയ്യാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ കണ്ണു തുറക്കുമ്പോൾ തന്റെ പ്രണയം പറയാമെന്ന് അവൾ മനസ്സിൽ ഉറപ്പിച്ചു. അങ്ങനെ കുറച്ചു കാലം കടന്നുപോയി. പെട്ടെന്ന് ആ കാട്ടിൽ ഒരു വലിയ കൊടുങ്കാറ്റ് വീശിയടിച്ചു. ശക്തമായ കാറ്റിൽ മരങ്ങളും മരച്ചില്ലകളും ഒടിഞ്ഞു വീണു. ആ സമയം ദേവി ധാമിനി ശനിയെ രക്ഷിക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഒരു മൂർച്ചയുള്ള മരക്കൊമ്പ് ശനി ഭഗവാന്റെ നേരെ പറന്നു വരുന്നത് അവൾ കാണുകയുണ്ടായി. ഒരു നിമിഷം പോലും ആലോചിക്കാതെ അവൾ തന്റെ ശരീരം കൊണ്ട് അദ്ദേഹത്തിന് മുന്നിൽ മറഞ്ഞു നിന്നു. ആ കൂർത്ത മരക്കൊമ്പുകൾ അവളുടെ ശരീരത്തെ മുറിവേൽപ്പിച്ചു. തനിക്ക് വേദനിച്ചാലും ശനി ഭഗവാന് ഒന്നും സംഭവിക്കരുത് എന്നതായിരുന്നു അവളുടെ മനസ്സിൽ. എന്നാൽ ആ വേദന അവൾക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. അവൾ ഉച്ചത്തിൽ നിലവിളിച്ചു. അവളുടെ ആ നിലവിളി ശനിയുടെ ധ്യാനം മുറിച്ചു. വർഷങ്ങൾക്ക് ശേഷം ശനി ഭഗവാൻ തന്റെ കണ്ണുകൾ തുറന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ തുറന്നപ്പോൾ ആദ്യം കണ്ടത് കൈകൾ കൂപ്പി കണ്ണീരോടെ ശരീരത്തിൽ മുറിവുമായി നിൽക്കുന്ന ധാമിനി ദേവിയെയാണ്. ശനി ഭഗവാന്റെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ബോക്സിൽ ഓം ശം ശനൈശ്വരായ നമഃ എന്ന് ടൈപ്പ് ചെയ്യുക.